എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്ന് രാമായണ ചരിത്രത്തിലെ മറ്റൊരു ഭാഗമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ശ്രീരാമന്റെ ആവശ്യപ്രകാരം സീത ഹനുമാനെ രാമതത്വം ഉപദേശിക്കുന്നതാണ് മുഹൂർത്തം. തൻ്റെ അരികിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന ഹനുമാനോട് രാമതത്വങ്ങൾ ഉപദേശിക്കാൻ ശ്രീരാമൻ സീതയോട് ആവശ്യപ്പെടുന്നു. അതനുസരിച്ചു സീതാദേവി ഭക്ത ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു: വീരന്മാരുടെ കിരീടത്തിലെ പ്രധാന രത്നമായ അല്ലയോ ശ്രീരാമ ഭക്ത, നീ കേട്ടാൽ ശ്രീരാമദേവൻ സച്ചിദാനന്ദ സ്വരൂപനും ഏകനും അജയനും സർവോപാധികളിൽ നിന്നും മോചനം നേടിയവനും നിശ്ചലനും ആലോചിച്ചുറപ്പിക്കാൻ കഴിയാത്ത സ്വരൂപത്തോട് കൂടിയവനുമായ സത്ത മാത്രമാണെന്ന് നീ മനസ്സിലാക്കിയാൽ കൽമഷഹീനമായ നിർഗുണമായ നിർവികാരമായ ശാന്തമായ സത്സ്വരൂപമായ സദാനന്ദമയമായ ഈ പരമാത്മാവ് ജനന മരണങ്ങളില്ലാത്ത ശുദ്ധ സ്വരൂപിയാണെന്നറിഞ്ഞാൽ എല്ലാത്തിൻ്റെ കാരണവും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതും എല്ലാം അറിയുന്നതും എല്ലാത്തിനും സാക്ഷിയും നിത്യവും എല്ലാം നൽകുന്നതും എല്ലാവരുടെ ആശ്രയവും എല്ലാ ദേവതകളുടെയും ശക്തി സ്വരൂപവുമായ പരമാത്മാവാണ് ഇദ്ദേഹമെന്ന് അറിയുക. ഇനി എൻ്റെ തത്വം ഞാൻ പറയാം. മൂലപ്രകൃതിയാണ് ഞാൻ. എൻ്റെ പതിയായ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ സൃഷ്ടി നടത്തുന്നു. ആ സാന്നിധ്യത്തിൽ ഞാൻ സൃഷ്ടിക്കുന്നവയെല്ലാം പരമാത്മ സ്വരൂപമായി കാണുന്നു. പരബ്രഹ്മത്തിന് ജനന മരണാദികൾ ഉണ്ടോ എന്ന് ബ്രഹ്മജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. സൂര്യവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ വന്നു കയറുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാക്ഷസന്മാരെ വധിക്കാൻ പുറപ്പെട്ടു. കോപിച്ച് പാഞ്ഞെടുത്ത ദുഷ്ടയായ താടകയെ വഴി വെച്ച് തന്നെ കൊന്നു. അങ്ങനെ സന്തോഷത്തോടെ സിദ്ധാശ്രമത്തിലെത്തി യാഗരക്ഷ ചെയ്തു. ആഗ്രഹം നിറവേറിയതിൽ സന്തുഷ്ടനായ വിശ്വാമിത്രനോടൊപ്പം മിഥിലയിലേക്ക് പുറപ്പെട്ടു. ഗൗതമ പത്നിയായ അഹില്യയ്ക്ക് ശാപമോക്ഷം നൽകി. പാദവന്ദനം ചെയ്ത അഹില്യയെ അനുഗ്രഹിച്ച് അവർ മിഥിലാപുരിയിൽ ശൈവചാപത്തെ മുറിച്ച് ശ്രീരാമ ഭഗവാൻ എന്നെ വിവാഹം കഴിച്ചു. അയോധ്യയിലേക്ക് തിരിച്ചു പോരുമ്പോൾ കോപിഷ്ഠനായി മുന്നിലേക്ക് വന്ന ഭാർഗവരാമന്റെ അഹങ്കാരമടക്കി. അങ്ങനെ അയോധ്യയിലെത്തി 12 വർഷം സുഖമായി വസിച്ചു. രാജ്യാഭിഷേകത്തിന് അച്ഛൻ ദശരഥൻ മുൻകൈയെടുത്തപ്പോൾ കൈകേയി മാതാവ് അത്താവി. അങ്ങനെ ഞങ്ങൾ സഹോദരനായ ലക്ഷ്മണനോടും കൂടി ചിത്രകൂടത്തിൽ വസിച്ചു. അച്ഛൻ ദശരഥൻ ദേവലോകം പോകിയ വൃത്താന്തം മറന്നു ദുഃഖത്തോടെ തന്നെ ശ്രീരാമചന്ദ്രൻ ഒതുക്കുകയും ചെയ്തു. ഭക്തനായ ഭരതൻ രാജ്യഭാരം ഏൽപ്പിച്ച് ഞങ്ങളെല്ലാവരും ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് രാക്ഷസനായ വിരാധരനെ വധിച്ചു. അഗസ്ത്യ മഹർഷിയെ കണ്ട് ജ്ഞാനികളായ മുനിമാരോട് രാക്ഷസ വംശത്തെ നശിപ്പിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. പഞ്ചവടിയിൽ വന്ന് അവിടെ താമസിക്കുന്ന സമയം രാക്ഷസ രാജാവിന്റെ സഹോദരി ശൂർപ്പണഖ കാമപരവശയെ പാഞ്ഞെടുത്തെങ്കിൽ ലക്ഷ്മണൻ അവളുടെ മോഹിച്ചു. അങ്ങനെ രാക്ഷസനായ ഖരൻ 14,000 സൈന്യത്തോടു കൂടി കോപിച്ച് യുദ്ധത്തിനായി വന്നു. എല്ലാവരെയും 3.25 നാഴിക കൊണ്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ കൊന്നു. ലക്ഷ്മണനാൽ മൂക്കു ഛേദിക്കപ്പെട്ട ശൂർപ്പണഖ തൻ്റെ സങ്കടം രാക്ഷസ രാജാവായ രാവണനെ അറിയിച്ചു. മായാമാനായി വന്ന മാരീചനെ രാമബാണം കൊണ്ട് മോചിപ്പിച്ചു. ഇതിൽ കോപിഷ്ഠനായ രാവണൻ മായാ സീതയെ അപഹരിച്ചു. സീതയെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമചന്ദ്രൻ ജടായുവിന് മോക്ഷം നൽകി. രാക്ഷസ വേഷത്തിലായിരുന്ന കബന്ധനെ കൊന്നു മോക്ഷം നൽകി. ശബരിയെ കണ്ടു മോക്ഷം കൊടുക്കുന്നവനായ രാമൻ ശബരിയുടെ പൂജ സ്വീകരിച്ചതിനു ശേഷം അവർക്ക് മോക്ഷം നൽകി പമ്പാതീരത്തെത്തി. അവിടെ വെച്ചാണ് നിന്നെ, അതായത് ഭക്ത ഹനുമാനെ കണ്ടുമുട്ടിയത്. നിന്നെ മാത്രമല്ല, നിന്നോടൊപ്പം സുഗ്രീവനെയും അവിടെ വെച്ച് കണ്ടു. അങ്ങനെ പരസ്പരം മിത്രങ്ങളായി വർത്തിക്കാൻ സത്യം ചെയ്തു. ദേവേന്ദ്രപുത്രനായ ബാലിയെ വധിച്ച് രാജ്യസുരക്ഷ ഉറപ്പു നൽകി. സീതയെ അന്വേഷിച്ച് തെക്കേ സമുദ്രത്തിൽ
ചിറകെട്ടി ലങ്കയെ നശിപ്പിച്ചു. പുത്രന്മാരും മിത്രങ്ങളും മന്ത്രിമാരും കിങ്കരന്മാരും അടങ്ങുന്ന ദശമുഖ സേനയെ നശിപ്പിച്ചു. അങ്ങനെ ദശമുഖനെ ആയുധം കൊണ്ട് കൊന്നു 3 ലോകത്തെയും രക്ഷിച്ചു. ഭക്തനായ വിഭീഷണനെ ലങ്കയിലെ രാജാവായി വാഴിച്ചു. തീയിൽ മറിഞ്ഞിരുന്ന എന്നെ ലോകസമക്ഷം പരിശുദ്ധയാക്കി പ്രഖ്യാപിച്ച് തീയിൽ നിന്നു വാങ്ങി. അങ്ങനെ പുഷ്പകത്തിലേറി ദേവകളോടൊക്കെയും അനുവാദം വാങ്ങി അയോധ്യയിൽ വന്ന് രാജ്യാഭിഷേകം ചെയ്തു. നീണ്ട നാൾ പൂജ്യനായി വാണരുന്നു. യാഗാർഹനായ നാരായണൻ ഭക്തന്മാർക്ക് യോജിച്ച മോക്ഷം നൽകി വാണരുന്നു. മായാദേവിയായ എന്നെ കൊണ്ടാണ് ഇത്തരം കർമ്മങ്ങൾ അദ്ദേഹം ചെയ്യിക്കുന്നത്. വിദ്വാൻമാരാകുന്ന വണ്ടുകൾക്ക് ആരാമായിരിക്കുന്ന നാരായണൻ നിർവികാരനും തേജോമയനുമാണ്. നടക്കുകയോ ഇരിക്കുകയോ ഭ്രമിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും ഒരിക്കലും ചെയ്യുന്നില്ല. മാറ്റങ്ങൾക്ക് വിധേയമാകാത്തവനും ആനന്ദമൂർത്തിയും നിർമ്മലനുമായ അദ്ദേഹം തൻ്റെ മായാദേവി ചെയ്യുന്ന കർമ്മങ്ങളനുസരിച്ച് താനാണ് ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കുന്നു. സീതാദേവി ഹനുമാനോട് രാമതത്വം ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ രാമൻ മന്ദഹാസത്തോടെ ഹനുമാനോട് മനോഹരമായ വാക്കുകളെ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ വാനരശ്രേഷ്ഠ, പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവെന്ന് അറിഞ്ഞാൽ തേജോമയിയായ എൻ്റെ മായയിൽ ഇത് പ്രതിഫലിക്കുന്നു. ഓരോ ജലാശയത്തിലും ആകാശം പ്രതിഫലിക്കുന്നത് നീ കണ്ടിട്ടില്ല. അതുപോലെ സാക്ഷാൽ പരമാത്മാവും നിശ്ചലമാണ്. അതും നീ തന്നെയാണ്. അതായത് തത്വമസി തുടങ്ങിയ വാക്യങ്ങളെ കൊണ്ട് ആചാര്യന്മാരുടെ കാരുണ്യത്താൽ എൻ്റെ തത്വം മനസ്സിലാക്കാം. എൻ്റെ ഭക്തനായിരിക്കുമ്പോൾ ഞാനായി തീരും തീർച്ച. ഭക്തിയില്ലാത്തവർ ശാസ്ത്രഗർത്തങ്ങളിൽ വീണ് മോഹലാസിപ്പെടും. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മങ്ങൾ കൊണ്ടുപോലും തത്വജ്ഞാനവും കൈവല്യവും വന്നിച്ചേരുകയും പരമാത്മാവായ എൻ്റെ ഈ രഹസ്യം ഭക്തിഹീനന്മാരായവരോട് ഒരിക്കലും പറയരുത്. രാമതത്വത്തിൽ ഇതിനപ്പുറം വേറൊരു ഉപദേശം ഇല്ല. ജയ് ശ്രീ.